പപ്പ ഇന്ന് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നുണ്ടാവും അങ്ങ് സ്വർഗത്തിലിരുന്ന്. ഞങ്ങളുടെ കുട്ടിക്കാലത്തുണ്ടല്ലോ, നവംബർ പകുതി തുടങ്ങി ഏതാണ്ട് ഡിസംബർ 20-21 വരെയൊക്കെ പപ്പയെ കണ്ടിട്ട് അറിയില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ 1.5 മാസം മുടങ്ങാതെ പപ്പ ക്രിസ്മസ് കരോളിനെ ലീഡ് ചെയ്ത് കൊണ്ടുപോകും. പാതിരാത്രിയാകും വീട്ടിലേക്ക് വരുന്നത്. അപ്പോഴേക്കും ഞങ്ങൾ ഉറങ്ങിയിട്ടുണ്ടാവും. അടുത്ത ദിവസം നേരം വെളുക്കും മുമ്പേ പപ്പ ജോലിക്കും പോയിട്ടുണ്ടാവും. പപ്പ അത്രയ്ക്കും ആസ്വദിച്ച് ചെയ്യുന്ന കാര്യങ്ങളിലൊന്നായിരുന്നു ഈ കരോളിന് പോകലൊക്കെ. ചിലപ്പോൾ കനത്ത ചുമയൊക്കെ കേൾക്കുമ്പോൾ വിചാരിച്ചിട്ടുണ്ട്, പപ്പയ്ക്ക് എന്താ വീട്ടിലിരുന്നൂടെ എന്ന്. എങ്കിലും പാവം ഓടി നടക്കും. 2008 മുതൽക്കാണ് പപ്പയെ തേടി പപ്പയുടെ കല്ലറയുടെ അടുക്കലേക്ക് കരോൾ വരാൻ തുടങ്ങിയത്. അന്നു മുതൽ ഇതാ ഇന്ന് വരെ എല്ലാ വർഷവും പതിവ് തെറ്റാതെ പപ്പയുടെ കല്ലറയിൽ കരോൾ സംഘം എത്തും. ഇന്നത്തെ പിള്ളേർക്ക് പപ്പയെക്കുറിച്ച് അത്ര അറിവ് കാണില്ല. എങ്കിലും ഇങ്ങനെ ഇവിടെ വന്ന് കരോൾ ഗാനം പാടുമ്പോൾ അവർ ചിന്തിച്ചിട്ടുണ്ടാവും, എന്താ വീട്ടിലല്ലേ സാധാരണ കരോൾ പാടേണ്ടത്, ഇവിടെ എന്തിനാ പാടുന്നതെന്നൊക്കെ. അപ്പോൾ ആരെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടാവും, ഇങ്ങനെ ഒരു നല്ലൊരു മനുഷ്യൻ ഇവിടെ ജീവിച്ചിരുന്നു എന്ന്. ശരിക്കും മിസ് ചെയ്യുന്നു പപ്പ. ഒരു നക്ഷത്രം വാങ്ങാൻ പോലും കാശില്ലാതെ അന്ന് കളർ പേപ്പറിൽ നക്ഷത്രം തൂക്കിയതൊക്കെ ഓർത്തു പോകുന്നു. ഇന്ന് എത്ര നക്ഷത്രങ്ങളാണല്ലേ, എത്ര നിറമുള്ള നക്ഷത്രങ്ങൾ.